നമശിവായ. നമസ്കാരം. ഇന്ദ്രാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാത വന്ദനം. ശോഷണം ഭവസിന്ധോശ്ച പ്രാപണം സാരസമ്പദ യസ്യ പാദോദകം സമ്യക് തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജ്ഞാനപ്പാനാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ച വരികൾ ധനസമ്പാദനത്തിനായി പാഞ്ഞു നടക്കുന്ന മനുഷ്യൻ അത്യാഗ്രഹിയായി ധനം നേടുന്നു. സതുക്കൾക്ക് അതിലൊരു ചില്ലി പൈസ പോലും കൊടുക്കുന്നില്ല. അങ്ങനെ പല തരത്തിലുള്ള ജനങ്ങളെ പറ്റിയാണ്, മനുഷ്യരെ പറ്റിയാണ് കവി പറയുന്നത്. ഈശ്വര വിദ്വാൻമാർ പോലും അതിൽ ഭ്രമിച്ചു പോകുന്നു എന്ന് കവി അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ വരികളിൽ അവസാനിപ്പിച്ചത്. തുടർന്നുള്ള വരികൾ നമുക്ക് ശ്രദ്ധിക്കാം. എണ്ണി എണ്ണിക്കുറയും നീതായുസും മണ്ടി മണ്ടിക്കരേറുന്നു മോഹവും ഒന്നു ഓണം കഴിഞ്ഞു വിഷുവെന്നും വന്നില്ലല്ലോ തിരുവാതിരയെന്നും കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രമശ്വതി നാളെന്നും ശ്രദ്ധമുണ്ടാകൂ വൃശ്ചിക മാസത്തിൽ സദ്യയെന്നും എഴുതല്ലിനിയെന്നും ഉണ്ണിയുണ്ടായി വേൾപ്പിച്ചതിലൊരു ഉണ്ണിയുണ്ടായി കണ്ടാവു ഞാനെന്നും കോണിക്കൽ തന്നെ വന്ന നിലവിനി കണമന്യനെടുപ്പിക്കരുതെന്നും ഇത്തമോരൊന്നു ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവ ശിവ. ഈ വരികളിൽ തന്നെ അതിൻ്റെ അർത്ഥം ഇങ്ങനെ നിൽപ്പുണ്ട്. വളരെ വ്യക്തമായി തന്നെയാണ്, നല്ല ലളിതമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് കവി. ഓരോ നിമിഷം കഴിയുമ്പോഴും നമ്മുടെ ആയുസ് അത്ര കണ്ട് കുറഞ്ഞു വരികയാണ്. എന്നാൽ മോഹം കൂടി വരികയാണ്. ആയുസ് കുറഞ്ഞു വരുന്നു എന്നുള്ളത് മനുഷ്യൻ ചിന്തിക്കുന്നില്ല. അവൻ്റെ മോഹം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓണം വന്നു, വിഷു കഴിഞ്ഞു, എല്ലാം പോയി. തിരുവാതിര ആകാറായില്ല. കുംഭമാസത്തിലെ അശ്വതി ആയാൽ എൻ്റെ പിറന്നാളായി. വൃശ്ചിക മാസത്തിൽ ഒരു ശ്രാദ്ധമുണ്ട്. ഇനി സദ്യയും മറ്റും കഴിക്കുക അത്ര എളുപ്പമായ കാര്യമല്ല. എനിക്കുണ്ടായ ഉണ്ണി കല്യാണം കഴിച്ച് അവനും ഒരു ഉണ്ണി ഉണ്ടായി കഴിഞ്ഞാൽ കൊള്ളാം. താമസ സ്ഥലത്ത് നിന്ന് അടുത്ത് തന്നെയുള്ള നിലം ഇനി അന്യനെടുക്കാതെ സ്വന്തമാക്കിയാൽ നന്നായിരുന്നു. അതൊക്കെ ഭൂമിയൊക്കെ മേടിച്ച് ചേർത്താൽ നന്നായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് കൊണ്ട് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മരിച്ചു പോകുന്നു. പക്ഷേ മരണം വരുന്നതിനെ പറ്റി ചിന്തിക്കുന്നതേ ഇല്ല. പെട്ടെന്നൊരു ദിവസം മരിച്ചു പോകുന്നു. കഷ്ടം തന്നെ. പ്രായം ചെല്ലുന്നതിന് തക്കവണ്ണം ആയുസ് കുറഞ്ഞു വരികയാണല്ലോ. എന്നാൽ ആ ചിന്ത ആർക്കും ഇല്ല. അത് ചെയ്യണം, ധനം സമ്പാദിക്കണം, വീണ്ടും അടുത്തതിൻ്റെ വസ്തുവും കൂടെ ഇങ്ങോട്ട് മേടിച്ച് കൂട്ടണം. വൃദ്ധസ്ഥാൽ ചിന്താസക്ത എന്ന ശങ്കരാചാര്യസ്വാമി ഭജഗോവിന്ദത്തിൽ പറഞ്ഞിട്ടുണ്ട്. വൃദ്ധസ്ഥാവത് ചിന്താസക്ത. പൂന്താനം ഇവിടെ വിസ്തരിക്കുന്നതും അതുതന്നെയാണ്. ഈശ്വരചിന്ത ചെയ്യേണ്ടുന്ന സമയത്തും ചിന്തിക്കുന്നത് വിഷയകാര്യങ്ങൾ തന്നെ. ഓണം, വിഷു, തിരുവാതിര, പിറന്നാൾ, ശ്രാദ്ധം ഇവയെല്ലാമാണ് മനസ്സിലെ ചിന്ത. കൂട്ടത്തിൽ ഇനി കാലത്ത് ഒരു സദ്യയും മറ്റും നിവർത്തിക്ക് എളുപ്പമല്ലെന്ന് കൂടി ചിന്തിക്കുന്നു. പിന്നത്തെ ചിന്ത തൻ്റെ ഉണ്ണിക്കൊരു ഉണ്ണി ഉണ്ടായി കാണണമെന്നാണ്. അതും പോരാ, ഇനിയും ഭൂസ്വത്ത് സമ്പാദിക്കണമെന്നും അയൽപ്പക്കത്തുള്ള
വസ്തുവകകൾ കൂടി നമ്മളതിനോട്ട് മേടിച്ച് കൂട്ടിച്ചേർക്കണമെന്നും അങ്ങനെയൊക്കെയാണ് മോഹം. മരണമെന്ന് വാതിൽക്കൽ നിൽക്കുന്ന വിവരം ആലോചിക്കാതെയാണ് പലരുമല്ല, ഭൂരിപക്ഷം ആൾക്കാരും മരണത്തെപ്പറ്റി ചിന്തിക്കുന്നതില്ല. എനിക്ക് ഇത്രയും പ്രായമായി വരികയാണ്, അപ്പോൾ എൻ്റെ ആയുസ് കുറഞ്ഞു വരികയാണെന്നുള്ള ചിന്തയെ മനുഷ്യനില്ല. ഇത്തരം ചിന്തകൾ കൊണ്ട് നടക്കുന്നത് മരണത്തെപ്പറ്റി ചിന്തിക്കാതെയാണ്. അപ്പോഴിതാ മരണം വന്നു കീഴ്പ്പെടുത്തുന്നു. കഷ്ടം തന്നെ. പാവം മനുഷ്യൻ്റെ സ്ഥിതി വളരെ ദയനീയം തന്നെ. കവിയുടെ അന്തർഗതമാണത്. അവസാനം ഇങ്ങനെ കവി പറയുന്നത്, പാവം മനുഷ്യൻ്റെ ഗതി കഷ്ടം തന്നെ. ഇതിൽ ഇനി വളരെ വിശദീകരിക്കാനൊന്നുമില്ല. ഇതെല്ലാം കറക്റ്റ് ഇപ്പോൾ എല്ലാവർക്കും എല്ലാം നമ്മുടെ സമൂഹത്തിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, അല്ലേ? ശരിയല്ലേ പറഞ്ഞതൊക്കെ? എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. സർവേശ്വരനേവർക്കും നല്ലൊരു ദിവസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാന്തി സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മിത്രങ്ങൾക്കും ശുഭ സുദിനം.